ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന CPM ആണ്. കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെ, എൻ്റെ, KC വേണുഗോപാലിന്റെ, രമേശ് ചെന്നിത്തലയുടെ ഒക്കെ ടൂൾ ഉപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിട്ട CPM നേതാക്കന്മാരെ, CPM ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യോ? നിങ്ങൾ നടപടിയെടുക്കുക. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ. എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല. CPM നേതാവിനെ 20 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച CPM നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത്. പരോളിൽ വിട്ട സർക്കാർ. പോലീസ്, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ പോലീസിന്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ? എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ അവരെ കൊല്ലാൻ വേണ്ടി ബോംബെറിഞ്ഞതിന് കോടതി 20 കൊല്ലം ശിക്ഷിച്ച CPM നേതാവിനെ 1 മാസം അവൻ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരോളിലിറക്കിയില്ലേ? എന്താ നിങ്ങളുടെ ഭരണം? നിങ്ങളുടെ DIG കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ? അതിന്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റുമല്ലേ? TP ചന്ദ്രശേഖരന് 51 വെട്ടുവെട്ടിക്കൊന്ന ക്രിമിനലുകൾ മുഴുവൻ പുറത്തല്ലേ? ലഹരി മരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുകയല്ലേ? നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുകയല്ലേ? പോലീസിന്റെ സഹായത്തോടുകൂടി, ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി. എന്നിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം. പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങളെ. അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങൾ. പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDF പിന്തിരിഞ്ഞു പോവില്ല. നിങ്ങൾ ഏകാധിപതി ചമയണം. നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കൊരു പേടിയില്ല. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട്. എന്തൊരു നാണക്കേടാണ് കേരളത്തിന്. നിങ്ങളെപ്പോലെ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ. മിസ്റ്റർ പിണറായി വിജയൻ, അപമാനമാണ്. നിങ്ങൾ ശബരിമലയിൽ പാട്ടുപാടിയതിന് കേസെടുത്തിട്ട് നാണം കെട്ട് ഓടിയ വഴിക്ക് പുല്ലുപോലും മുളച്ചിട്ടില്ല. ഇത് 2ാമത്തെ കേസാണ്. ഇതുപോലെ എന്തും ചെയ്യാന്നുള്ള ധാരണയൊന്നും വേണ്ട കേരളത്തിൽ. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. ജനങ്ങളൊരു താക്കീത് എന്നാണ്. അത് ഇതുവരെ പഠിച്ചില്ല. പഠിക്കണ്ട. ഇതിനേക്കാളും വലിയ താക്കീത് വരുന്നുണ്ട് 2026. അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ. ഭയപ്പെടുത്താൻ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. AI ടൂൾ ഉപയോഗിച്ച് ചെവിയിൽ സംസാരിക്കുന്നത് പോലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത് പറയുന്നത്. പക്ഷെ കുറ്റപത്രത്തിൽ അങ്ങനെ എടുത്തു പറയുന്നില്ല. AI ടൂൾ ഉപയോഗിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി, ഞാനടക്കമുള്ള ആളുകൾ ഡാൻസ് ചെയ്ത് അവിടെ CPM ഇടുന്നു. CPMന്റെ സൈബർ ഇതിൽ ഒരു പരാതിയില്ലല്ലോ, ഒരു കേസ് കൊടുത്തില്ലല്ലോ. അപവാദം, ലൈംഗിക ചുവയുള്ള അപവാദം നിരന്തരമായി ചില യൂട്യൂബ് ചാനലുകൾ വഴി ഇവർ പറയിപ്പിക്കുകയാണ് CPM. എന്നിട്ട് പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഉള്ള വൃത്തിയുടെ മുഴുവൻ പറയിപ്പിക്കുകയാണ് CPM. പണം കൊടുത്ത് പറയിപ്പിക്കുക. എന്നിട്ട് അതിനെതിരായി പരാതി കൊടുത്തിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് പോലീസ്. DGPക്ക് പരാതി കൊടുത്തിട്ട് നടപടിയെടുത്തില്ല. ഞാൻ കൊടുത്ത പരാതിന് നടപടിയെടുത്തില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യാല്ലേ? ഇത് മുഖ്യമന്ത്രി എന്തായാലും കണ്ടാണല്ലോ, സംസാരിക്കും ചെയ്താണല്ലോ അല്ലേ? ഞാനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള CPMന്റെ ഇപ്പോഴത്തെ ഒരു പ്രചരണം, ഒരാഴ്ചയായിട്ട് ഈ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞപ്പോൾ കൂടി ഞങ്ങളെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന്. അത് വരുന്ന രീതിയിൽ AI ടൂൾ ഉപയോഗിച്ച് ഞങ്ങളെല്ലാം ബോക്സിംഗ് നടത്തുന്ന പടം വരെ കൊടുക്കുകയാണ്. CPMന് എന്തും ചെയ്യാം. CPMന് ഇനി ഒന്നുമില്ലായിരുന്നപ്പോൾ കോൺഗ്രസിന് മുഴുവൻ കുഴപ്പമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒന്ന് വരുത്തി തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് CPM. അതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ AI ടൂൾ ഉപയോഗിച്ച് എത്ര സംഭവങ്ങൾ വന്നു ഞാൻ കാണിച്ചതല്ല. എന്റെ മൊബൈലിൽ കിടക്കുന്നുണ്ടല്ലോ. ഞങ്ങളാര് കേസ് കൊടുത്ത ഞങ്ങളെ അച്ചു ഉമ്മനെതിരെ, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ അച്ചു ഉമ്മനെതിരെ എത്ര മോശമായ പ്രചരണം നടത്തി. പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല. പോലീസ് എന്തെങ്കിലും തറവാട്ട് സ്വത്താണ്. നാട്ടില് ന്യായമില്ലേ? എന്നിട്ട് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ക്രിമിനലിനെ ജയിലിൽ നിന്ന് വിടുവാണ്. പോലീസിനെ ബോംബെറിഞ്ഞവനെ. അല്ല, ഇതൊന്നും കൊണ്ട് ഞങ്ങളൊന്നും പേടിക്കൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇയാളുടെ ഏകാധിപത്യ സ്വഭാവവും ഇയാളുടെ ധിക്കാരപരമായ നിലപാടുകളും ജനങ്ങളോട് പറയും.
കഴിയാറായല്ലോ ഈ പേടിപ്പിക്കലൊക്കെ കഴിയാറായല്ലോ. അവസാനത്തതിന്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത്. എന്താണ് കേരളം? ജനാധിപത്യ കേരളമല്ലേ? എന്ത് ചെയ്യാ? എത്ര പേർക്കെതിരായിട്ട് ഇവര് സോഷ്യൽ മീഡിയയിലൂടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി, ഇവിടെ എന്നെ കേൾക്കുന്ന ഈ റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് എത്ര മോശമായിട്ട് എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ. ഒരുത്തരെതിരെ നടപടിയെടുത്തു, ഇത്ര പേര് പരാതി കൊടുത്തു, ഒരാൾക്കെതിരെ നടപടിയെടുത്തു. സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞിട്ട് ഉള്ള ഫോട്ടോ ഞങ്ങളിടുമല്ലോ. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി എന്ന പടം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സമീപകാലത്തല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വന്നത് അല്ലേ? 2019 അവിടെ കൊള്ള നടന്നു, കവർച്ച നടന്നു എന്ന് CPM നേതാക്കൾക്ക് അറിയാലോ. ഇവരുടെ ഇന്റലിജൻസ് ഒക്കെ എവിടെയായിരുന്നു? മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയിലെ സ്പെഷ്യൽ ഇന്റലിജൻസും ഒക്കെ എവിടെയായിരുന്നു? സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഒക്കെ. ഇങ്ങനെ ഒരാള് കുഴപ്പം പിടിച്ച ആളാണെന്ന് ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്കും പ്രതിപക്ഷത്തിനൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഭരണകൂടത്തിന് അറിയാമായിരുന്നല്ലോ. കോടതി തന്നെ പറയണ്ടല്ലോ, ഭരണകൂടത്തിന് അറിയാമായിരുന്നു ഈ സംഭവങ്ങൾ, അവിടുത്തെ കൊള്ള. എന്നിട്ട് അയാളുടെ കൂടെ പോയത്. ഞങ്ങൾ എന്നിട്ട് ഒരാക്ഷേപവും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചില്ല, ഒരാക്ഷേപവും. ഇത് എത്രയോ ദിവസം മുമ്പ് ഈ പടം വന്നാണ്. ഞങ്ങൾ ആരെങ്കിലും മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു, അത് ഞങ്ങൾക്ക് ഇപ്പോഴും ആക്ഷേപമുണ്ട്. ഇപ്പോഴും അത് പേടിയാണ്. മുതിർന്ന നേതാക്കളെ പറ്റി വേറെ നേതാക്കളെ പറ്റി പറയും, മൊഴി കൊടുക്കുമെന്നുള്ളതാണ്. ജയിലിൽ കിടക്കുന്ന ആളുകളെ പോലും നടപടിയെടുത്തിട്ടില്ല CPM. അതിന് സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതുപോലത്തെ അറസ്റ്റും മറ്റേ പാട്ടിനെതിരെ കേസെടുക്കലും. നാണം കെട്ടുപോയില്ലേ? പാട്ടിനെതിരെ കേസെടുക്കാൻ പോയിട്ട് നാണം കെട്ടുപോയല്ലോ. ആരാ ഇവർക്കൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത്? എന്ത് കലാപമാണ് അതിൻ്റെ അകത്ത്? എന്ത് കലാപമാണ്? ആ പാട്ട് കണ്ട് കലാപം ഉണ്ടാ, ആ ചിത്രം കണ്ട് ഞാൻ പറയരുത്, അത് തന്നെ പറയാം. അത് അവരുണ്ടാക്കുമല്ലേ, കേസ് ഉണ്ടാക്കുമല്ലേ. ആ കേസ് നിൽക്കൂല, അത് കോടതി എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയുന്നു കണ്ടപ്പോഴല്ലേ പിന്നെ നടപടി എടുക്കണ്ടെന്ന് തീരുമാനിച്ചത്. ഇവർക്കൊക്കെ നിയമോപദേശം കൊടുക്കുന്നവര് ഒരു നല്ല നമസ്കാരം. അതല്ല, ശരിയല്ലല്ലോ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ. അതൊരു മുതിർന്ന നേതാവല്ലേ, അതിൽ ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമല്ലേ, KPCC ഭാരവാഹിയൊക്കെ എഴുതിരുന്ന ഒരാളല്ലേ, ഒരു മുതിർന്ന ആളെ. എത്ര പേരാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ചെയ്യുന്നത്? AI വെച്ചിട്ട്, AI ടൂൾ വെച്ചിട്ട്. ഏറ്റവും കൂടുതൽ CPM ആണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം. എല്ലാ ദിവസവും എനിക്കെതിരെ 10 കാർഡ് ഇറങ്ങുന്നത്, 10 കാർഡ്. അത് അവരുടെ സൈബർ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള് ഇവിടെ വന്ന് പറവൂര് വന്ന് പ്രസംഗിച്ചാണ്. ഇയാൾക്കെതിരെ 10 കാർഡ് ഇറക്കും, അത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിച്ചോളന്ന്. പേരൊന്നും പറയണ്ടല്ലേ ആരാ ചെയ്തതെന്ന്. അത് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ ചെയ്ത്, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇവരിറക്കുന്നതൊന്നും അല്ല പ്രശ്നം. ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് സർക്കാരിന് നയമല്ല എന്നുള്ളതാണ്. പോലീസ് നടപ്പാക്കുന്ന സർക്കാർ അങ്ങനെയല്ല. പോലീസ് അറിയാതെ കേസെടുക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കേസെടുക്കുക. എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അത് നാണം കെട്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞ അത് ശരിയല്ല എന്ന്. അത് മുഴുവൻ വാർത്തയൊന്നും വന്നിട്ട് അനങ്ങിയില്ലല്ലോ. 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അറിഞ്ഞത് ഇതിനകത്ത് കേസെടുക്കാൻ പോയെന്ന് പറഞ്ഞ്. ഇപ്പൊ ഇതിന്റെ അകത്ത് എന്തിനാ കേസെടുത്ത് ആളെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത്? അങ്ങനെ എത്ര CPM-കാർ ഇപ്പൊ ജയിലിലാണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട്. എത്ര ഇന്നിറക്കിയേക്കണേ കാര്യം ഞാൻ കാണിച്ചു തരാം. രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഒരു 4-5 ഇറക്കും എനിക്കെതിരെ എല്ലാ ദിവസവും. ഞങ്ങളൊക്കെ അത് കണ്ട് ആസ്വദിക്കും. ഞങ്ങൾക്കൊന്നും ഭയമൊന്നുമില്ല. അതൊന്നും കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ കൂടെ ഇത് വിചാരിക്കുമെന്ന്. എന്തെല്ലാം ഇറക്കുന്നത്? ആരെ ഞങ്ങളിത് ചെയ്യാൻ പറയും. മുഖ്യമന്ത്രി ആളുടെ കൂടെ നിൽക്കുന്ന പടം ഞങ്ങൾ ഇടാൻ പറയും. അങ്ങനെയൊന്നും ഞങ്ങളെ പേടിപ്പിക്കണ്ട, അങ്ങനെ ഭയപ്പെടുത്തണ്ട. ഞങ്ങളെല്ലാവരും ഇടാൻ പോവാം. ആ പടം ഇടാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട്.